ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ വേണ്ടി പോവാണ്, കാത്തിരിപ്പാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട്. ഒരു ഇടവേളയ്ക്കാണ് വീണ്ടും ഒരു മത്സരങ്ങൾ വരുന്നത്. അത് പാകിസ്ഥാനിലാണ് മത്സരം നടക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു വലിയ ടീമുകളൊക്കെ പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നത് അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കാരണം മാറിയൊക്കെ ഒരു സീസണായിരുന്നു. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റ് വളരെ നിർണായകമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത പാകിസ്ഥാൻ ഇതുവരെ ടൂർണമെന്റ് തയ്യാറായില്ല എന്നാണ്. സ്റ്റേഡിയങ്ങൾ ഇപ്പോഴും പാതി വഴിയിലുണ്ട്, അത്ര അതിന്റെ പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ മത്സരങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ICC അതിൽ ഇടപെട്ടേക്കും, ICCയുടെ ഒരു ഇൻസ്പെക്ഷൻ വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാന് വീണ്ടും പണി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയമുണ്ട്. എന്തായിരിക്കും ഇപ്പോൾ ആവശ്യം അവിടെ നടക്കുന്നത്? നമുക്കറിയാം, ചാമ്പ്യൻസ് ട്രോഫി വരുന്നത് ഒരു ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും വരുന്നത്. അപ്പോൾ മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവിടുത്തെ ക്രിക്കറ്റ് കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് നേരിടുന്നുണ്ട്. ഒരുപക്ഷെ ഷോയബ് അക്തറും വസീം അക്രോ ഒക്കെ പോലുള്ള ഇതിഹാസ താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദയനീയമാണ്. അതെ അതെ, ദയനീയമാണ്. അത് മാത്രമല്ല, ആഗോളതലത്തിൽ അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന താരങ്ങളൊക്കെ വളരെ ഓരോ കളിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതില് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇതിന് മുമ്പുള്ള പ്രശ്നങ്ങളും കൂടി നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം സെക്യൂരിറ്റി കൺസേൺസ് ആണ് പ്രധാനമായിട്ടും മറ്റുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിൽ, അതെ അതെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ കളിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിലേക്ക് നയിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, 96-ലാണ് അവസാനമായിട്ടൊരു ICC ഇവന്റ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അതിനുശേഷമാണ് 2009 ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്നുണ്ട്. അപ്പൊ അതോടുകൂടി അതെ അതെ, ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി പ്രഖ്യാപിച്ചത് പാകിസ്ഥാന് ലഭിച്ച സമയത്ത് ആതിഥേയരായ സമയത്ത് അവര് കൃത്യമായിട്ട് ICC-നെ അറിയിച്ചിരുന്നു. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തേക്ക് കളിക്കാൻ വരണം എന്നുള്ളത്. പലപ്പോഴായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ അങ്ങനെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യ കളിക്കാൻ വരും, ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. പക്ഷെ അതിനുശേഷമാണ് BCC അങ്ങനെ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം BCC അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് അതായത് ഇതുവരെ നിലവിൽ പോകുന്നില്ല. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് പോകേണ്ടതായ ഒരു തരത്തിൽ അവിടുത്തെ കാര്യങ്ങൾ മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ തീരുമാനമെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ICC-ക്ക് കിട്ടുന്നുണ്ട്. ICC-ക്ക് തലവേദന പിടിച്ചൊരു ടൂർണമെന്റ് ആയി. അതായത് അതെ അതെ, ആ ഒരു തലവേദന ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഒരു ഭാഗത്ത് പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളും ഈ രീതിയിലുള്ള തീരുമാനം എടുക്കും, അതേസമയം ICC-ക്ക് ഇന്ത്യനെ പിണക്കാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ഒരു വലിയ അതെ അതെ BCCI അങ്ങനെ ആ ഒരു രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു ക്രിക്കറ്റ് ബോർഡിനെ പിണക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തുന്നു, പല ഇവന്റുകളും ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു, കൗണ്ട് ഡൗൺ ഇവന്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഒടുവിൽ ഇന്ത്യയുടെ കളി UAE-ൽ വെച്ച് നടത്തുക എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. ഒരു വിധത്തിൽ പാകിസ്ഥാൻ അങ്ങ് സമ്മതിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ പാകിസ്ഥാന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഈ സ്റ്റേഡിയങ്ങളുടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ലാഹോറിലെ സ്റ്റേഡിയം, കറാച്ചിയിലെ സ്റ്റേഡിയം, റാവൽപിണ്ടിയിലെ സ്റ്റേഡിയം, ഈ 3 സ്റ്റേഡിയങ്ങൾ. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 19 ഉദ്ഘാടന മത്സരം നടക്കേണ്ട സ്റ്റേഡിയമാണ് ഈ കറാച്ചി നാഷണൽ സ്റ്റേഡിയം. അവിടെയുള്ള പണി പൂർത്തിയല്ല. ICC വക്താവ് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് റെനോവേഷൻ പെൻഡിങ് ആണ് എന്ന രീതിയിൽ പറയാൻ പോലും പറ്റില്ല. അവിടെ സ്റ്റേഡിയത്തിന്റെ പ്രോപ്പറായിട്ട് സ്റ്റേഡിയം അതെ അതെ, അത് മാത്രമല്ല, ഒരു ICC പോലുള്ള ഒരു ഇവന്റ് ആകുന്ന സമയത്ത് അതിന് വേണ്ട സൗകര്യങ്ങൾ വേണം. പ്ലേയേഴ്സിന് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ മറ്റുള്ള ഒഫീഷ്യൽസിന് ഉള്ള സൗകര്യങ്ങളെല്ലാം വേണം. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രശ്നം ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പാകിസ്ഥാനെ ബാധിക്കുന്നത്. ഒന്ന് സെക്യൂരിറ്റി കൺസേൺസ്, 2 ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ICC പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫെബ്രുവരി 12 മുമ്പ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണങ്ങൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ICC ഇവന്റ് നടക്കുന്നത് ഫെബ്രുവരി 19 ആരംഭിക്കുന്നത്, ഡിസംബർ 31 നിർമ്മാണങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് ഇപ്പോ അവസാനത്തെ ഒരു അന്തിമമായിട്ടുള്ള ഡെഡ് ലൈൻ ഫെബ്രുവരി 12 കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതന്നെ നമുക്കറിയാം, ഇപ്പം ഒരു മാസം ഡിസംബർ 31 കൊടുത്ത് തന്നെ പിന്നീട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം ജനുവരിയും ഫെബ്രുവരി 19 ഒരാഴ്ച മുന്നേ പണി നിർത്തിയിട്ട് ഈ ഒരു ICC ഇവന്റ് ചാമ്പ്യൻസ് ട്രോഫി ഒരു ഇവന്റ് നടത്തുമ്പോൾ
അത് പാകിസ്ഥാനെ പോലെ ഇപ്പം ഇത്രയും വലിയ ടീമുകൾ വരുന്ന സമയത്ത് അത് നടക്കുന്ന പോസിബിൾ ആയിരിക്കുമെന്ന സംശയം എന്തായാലും ഉണ്ട്. ICCക്ക് ആ സംശയം ഉണ്ടാവുന്ന ഉറപ്പാണ്. അതിന്റെ പേരിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ സംശയങ്ങൾ വരുന്നത്, ടൂർണമെന്റ് മാറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിപ്പം ഇന്ത്യയുടെ കളി മാറ്റുമ്പോൾ തന്നെ പാകിസ്ഥാന് തിരിച്ചടിയാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ളൊരു ഇത് പരസ്പരം പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതാണ് പാകിസ്ഥാൻ ഇത്രയും മസിൽ പിടിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല, പോയി. അതിനുശേഷം ഇപ്പോൾ ഈ മത്സരങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് അവസാനം ഇതൊക്കെ മാറിപ്പോയാൽ അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഉറപ്പാണ്. കാരണം ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു വലിയൊരു തിരിച്ചടി കിട്ടിയാൽ അതുതന്നെ കയറി വരുവാറെന്ന് സംശയമായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവിടുത്തെ ടീം താരങ്ങളും എല്ലാം ഇന്ത്യൻ ടീം വരുന്നു പ്രതീക്ഷയിലായിരുന്നു. താരങ്ങൾ ഇന്ത്യയിൽ കളിക്കാൻ വരുമ്പോഴൊക്കെ അവർ പ്രകടിപ്പിക്കാറായിരുന്നു ഇത്. അത് മാറി പിന്നെ ഒരു ടീമും വരുന്നില്ലാത്ത അവസ്ഥയായി പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം എന്തായാലും അവർ പറഞ്ഞ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ 12-ന് തീരുന്ന രീതിയിലല്ല ഒരു വർക്ക് ഈ 3 സ്റ്റേഡിയത്തിലും വർക്ക് അല്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വളരെ ആത്മവിശ്വാസത്തിലാണ്. അവര് പറയുന്നത് സ്റ്റേഡിയങ്ങളുടെ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും, അത് വളരെ വേഗത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, അതായത് മൊത്തത്തിൽ ICC ഉൾപ്പെടെ മറ്റുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡുമായിട്ടൊരു ത്രിരാഷ്ട്ര പരമ്പര നടക്കുന്നുണ്ട്. ഫെബ്രുവരി 6-നും 8-നും തുടങ്ങുന്ന രീതിയിൽ. ആ ഒരു പരമ്പര അതെ മത്സരങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന മുൾട്ടാനിലാണ്. അത് മാറ്റിയിട്ട് ഇവിടെ, അതായത് കറാച്ചിയിലും ലാഹോറിലുമായിട്ട് നടത്തും എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാൻ ഇപ്പോ നടത്തിയിരിക്കുന്നത്. പക്ഷേ പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ ജനുവരി അവസാനം ICC ടീം ഇൻസ്പെക്ഷൻ പോകുന്ന പറഞ്ഞത് പാകിസ്ഥാനിലേക്ക്. അപ്പൊ അവിടത്തേക്ക് ആ ഒരു ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ അത് ബാധിക്കില്ല. ഇവര് പറയുന്ന പോലെ സ്റ്റേഡിയം മാറ്റി ഈ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വരുന്ന ശ്രീലങ്ക പിന്നെ ദക്ഷിണാഫ്രിക്ക 2 ടീം കളിക്കാൻ പറഞ്ഞത് ആ ടീമിന്റെ ക്രിക്കറ്റ് ബോർഡുകൾക്കും ഇതൊരു പ്രശ്നമായി മാറില്ലേ? ഇവർ ഈ തട്ടിക്കൂടി ഒരു സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഒരാഴ്ച മുന്നേ തീർക്കാനുള്ളത് പെട്ടെന്ന് ഇങ്ങനെ ആക്കുമ്പോൾ അത് വീണ്ടും അതൊരു പക്ഷേ ക്രിക്കറ്റ് ബോർഡിന് ആത്മവിശ്വാസം ഉണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷെ അന്നേരം ഇപ്പൊ ഒരു പ്രോപ്പറായി നടക്കേണ്ടത് ICC ഇവന്റ് നടക്കേണ്ട ഒരു സ്റ്റേഡിയമാണ് വരേണ്ടത്. അത് എത്രത്തോളം നടക്കുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റില്ലേ? അല്ല, ഇതൊരു പക്ഷെ ചിലപ്പോൾ ഒരു വീരവാദം പോലെ ചെയ്യുന്ന കാര്യമായിരിക്കും. അതായത് ഒരു തരത്തില് റിപ്പോർട്ട് അതെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യമായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഏകദേശം ഒരു 1996 ശേഷം ഒരു ഇവന്റ് വീണ്ടും വരുന്ന സമയത്ത് ആകെ ICC ആകെ പുലിവാലി പിടിച്ച ഒരു അവസ്ഥയിലാണ്. പാകിസ്ഥാനിൽ നടക്കുന്നില്ലെങ്കിൽ എവിടെയായിരിക്കും സാധ്യതകൾ UAE ഒക്കെ ആയിരിക്കും. കാരണം ഇന്ത്യയുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദി എന്നുള്ള രീതിയിൽ UAE ആയിരിക്കും. കാരണം നിലവിൽ ഇപ്പൊ ഇന്ത്യയുടെ മത്സരങ്ങൾ UAE-യിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി സംഭവിക്കുകയാണ്, സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ അല്ലെങ്കിൽ നവീകരണം പൂർത്തിയായില്ലെങ്കിൽ തീർച്ചയായും UAE-യിലായിരിക്കും മത്സരങ്ങൾ നടക്കുക.